ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ മാറ്റിയൊക്കെ ഒരുങ്ങിയിരിക്കണം. എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ ചേർന്ന് കേട്ടോ, ഇന്നലെ ചേർന്നത്. അപ്പോൾ ഇന്നും ഞാൻ ട്യൂഷൻ പോയി. എല്ലാ ദിവസവും ഉണ്ടാവും, പിന്നെ വിഷുവിനൊക്കെ പൂട്ടും കേട്ടോ. അപ്പോൾ ഞാനും ശ്രീനന്ദി പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആണ് പോകൽ കേട്ടോ. അപ്പോൾ 14 കുട്ടികൾ കേട്ടോ മിനിമം ഉള്ളത്. നമ്മളെ ഹിന്ദിയും മാത്സൊക്കെ ഒന്നും കൂടി ഒന്ന് പഠിപ്പിച്ച് തരുന്ന ഇതാണ്, ട്യൂഷനാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സൈക്കിളൊക്കെ ഇട്ട് പീഡേൻ്റെ അവിടെ നിർത്തും. എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയാൽ ബസ് സ്റ്റോപ്പിൽ ഞാനുണ്ടാവും, ട്രെയിൻ ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് റോഡ് മുറിഞ്ഞെടുക്കും. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ആ ബസ് എടുക്കും. അപ്പം ഞങ്ങൾ ബസ് കയറിയിട്ട് നേരെ എളിയൂർക്ക് പോകും. എളിയൂരിൽ നിർത്തിയിട്ട് എത്തിങ്ങാന സ്കൂളിലാണ് പഠിപ്പിച്ചത് കേട്ടോ. ഞങ്ങളെ അവിടെ ഒരു എത്തിങ്ങാന സ്കൂളുണ്ട്, അവിടെയാണ് പഠിപ്പിച്ചത്. അപ്പം അവിടെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇതിപ്പോൾ പഠിച്ചാൻ പോകും. പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 1:30 മണിയാകുമ്പോൾ ഞങ്ങൾ പിന്നെയും റോഡ് മുറിഞ്ഞിറങ്ങിയിട്ട് പിന്നെയും ബസ്സിന് കയറി മാടാര് കൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കും. ഞാൻ എൻ്റെ സൈക്കിൾ കൊണ്ട് പോകും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ ഇന്നും അതേപോലെ പോവുകയാണ്. ഇന്നും അങ്ങനെ പോകണം. ഞങ്ങൾ പോകണം അങ്ങനെ കേട്ടോ. ഫസ്റ്റ് റോഡ് മുറിഞ്ഞിറക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് മാറി. ഫസ്റ്റത്തെ ഇതിലൊക്കെ റോഡ് മുറിഞ്ഞൊക്കെ ഭയങ്കര പേടി. എനിക്ക് റോഡ് മുറിഞ്ഞൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ആദ്യമൊക്കെ ശ്രീനല്ലോണ്ട് ഒക്കെ റോഡ് മുറിഞ്ഞൊക്കെ നല്ല അറിയാം. അപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ റോഡ് മുറിഞ്ഞ് കിടക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. ചെമ്പോത്ത് വെള്ളം കുടിക്കുക എന്തോ ചെയ്യുന്നുണ്ട് അവിടെ. ഇപ്പോൾ പൈപ്പിൻ്റെ ഒട്ടിലാണ് ആൾ. അപ്പം നമുക്ക് ചെമ്പോത്തിന് കാണിച്ചു തരട്ടോ. എന്തോ വലിയ എന്തോ സംഭവമാണ്. നിങ്ങൾക്ക് ഞാൻ താളി കാണിച്ചു തരാം കേട്ടോ. അപ്പം താളി ഞാൻ ഉണക്കട്ടതാണ് കേട്ടോ. ഇത് പൊടിച്ചിട്ട് നമ്മൾ താളി ഉണ്ടാക്കും. അതാണ് കുറേ ഉണങ്ങാനുണ്ട്, ഇനിയും ഉണങ്ങാൻ കേട്ടോ. ഇതൊക്കെ എൻ്റെ താളിയാണ്. ഇതൊക്കെ എൻ്റെ തലയിൽ വെക്കണ താളിയാണ്. പിന്നെ അടക്കാപ്പായം ഉണ്ടായിരിക്കണം മരത്തുന്നു കേട്ടോ. ഞാൻ ഒരു അടക്കാപ്പായം പറിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ തിന്നു, സാപ്പിട്ടു. അപ്പോൾ ഇന്നലെ ആ അടക്കാപ്പായം ഇത്ര വലിപ്പമുണ്ടോ, അത്യാവശ്യം ഇത്ര വലിപ്പമുണ്ടോ. അപ്പോൾ അത് ഇന്നലെ ഞാൻ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇനിയുള്ള കുട്ടി അടക്കാപ്പായം. നിങ്ങൾ ഇപ്പം ചെമ്പോത്ത് അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്തോ പുഴുക്കളുണ്ടാവും. ആ മരത്തിൻ്റെ അവിടെ കുറേ പുഴുക്കളുണ്ട്, വലിയ വലിയ സൈസുള്ള പുഴുക്കൾ. ഉള്ളിലും മരം ഉണങ്ങിപ്പോയി കേട്ടോ. നല്ല മരം ഉണങ്ങിപ്പോയി, വെട്ടിപ്പോൾ അറിയാതെ ഉണങ്ങിപ്പോയി. എന്തോ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളുണ്ട്. അപ്പോൾ ആ പുഴുക്കൾ തിന്നാൻ വന്നതായിരിക്കും. അതിൻ്റെ ചെടീൻ്റെ ഉള്ളിൽ കൂടിയാണ് ഉള്ളത്. നോക്കൂ, ഞങ്ങളെ മുറ്റത്തെ മാവ് കേട്ടോ. ഇത് പൂത്തിട്ടില്ല. പൂക്കുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ പൂത്തിട്ടില്ല. അത് മോതിരവളയൊക്കെ ഇട്ടിരുന്നു, എന്നിട്ട് ഇവിടെ കെട്ടിയിരുന്നു, എന്നിട്ടും പൂത്തിട്ടില്ല. വിഷമമുള്ളൊരു കാര്യമാണ്. പൂത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇത് വെട്ടണ്ട, ഒരു ഭംഗിക്ക് ഇവിടെ നിന്നോട്ടെ. ഞങ്ങൾ തെങ്ങാണ് കേട്ടോ. തെങ്ങുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തേങ്ങ ഒക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ ഗൈസ്, കണ്ടോ, കുറേ ഉണ്ട്. ഇതാണ് ഞങ്ങൾക്ക് തണൽ നൽകുന്നത് ഞങ്ങൾ അത്തിട്ടോ. കണ്ടോ, ഇങ്ങോട്ടൊക്കെ പടർന്ന് നിൽക്കുന്നു. അപ്പം ഇതാണ് ഞങ്ങൾക്ക് തണൽ നൽകുന്നത്. അതും നൽകിയിരുന്നു, പക്ഷേ അത് ഉണങ്ങിപ്പോയി. ഇത്ര വരെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു തണൽ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയി. ഭയങ്കര വിടർന്ന് നിൽക്കുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ പോയി.